ഈ പൊരിയുന്ന വെയിൽ ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ ഇടക്ക് എപ്പോഴും വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്റെ എഫേർട്ടിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹനം തരും. നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുക, വേറെ കാര്യം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോക്കകത്ത് ഫുൾ മെനു വീഡിയോ ആണ്. നമ്മൾ വാവ് മോമോയുടെ ഫുൾ മെനു കഴിച്ചാൽ ഐ വിൽ ഗിവ് യു 10K. നിങ്ങൾ ഹാഫ് കഴിച്ചാൽ 5K, 3/4 കഴിച്ചാൽ 7.500. അപ്പൊ എന്തായാലും ഈ വീഡിയോക്കകത്തുള്ള കണ്ടസ്റ്റന്റ് യൂട്യൂബിൽ നിന്നല്ല, ഇൻസ്റ്റയിൽ നിന്നല്ല, ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തതാണ്. അവിടെ നിന്ന് ഒരു കൊച്ചു നോക്കിയിട്ട് പോകുന്നില്ലെന്ന് തോന്നിയായിരിക്കും. ദേ സൈഡിൽ കണ്ട ഈ ചെക്കനാണ്. വരൂ, പതുക്കെയാണ് നടന്നു വന്നിരിക്കുന്നത്. നല്ല പിടുത്ത കൈക്ക്. ബ്രോ ഒരു ആർമി ബ്രാറ്റാണ്, ഒരു എക്സ് നാഷണൽ അത്ലീറ്റും കൂടിയാണ്. 100 മീറ്റർ റിലേ അങ്ങനെയൊക്കെ കുറെ അത്ലറ്റിക്സ് എല്ലാം ചെയ്യുന്നൊരു വളരെ സംഭവമാണ്. നോക്കി അത്ലീറ്റ്സിനെ വരെ വിളിച്ചു തുടങ്ങി കേട്ടാ. മെഡൽ മേടിക്കേണ്ട ആളായിരുന്നു. പിന്നെ സാഹചര്യങ്ങൾ മാറിപ്പോയി. എന്നാലും നാഷണൽ പോയിട്ടുള്ളതാ അല്ലെ? 4 വർഷം നാഷണൽ പോയിട്ടുള്ളതാ. അപ്പൊ എന്തായാലും ബ്രോ ഇപ്രാവശ്യം നാഷണലി മെഡൽ നേടുന്ന അത്ര ഹാർഡാണെന്ന് ചോദിച്ചാൽ അത്ര ആകത്തില്ല. ഫുള്ള് കഴിച്ചു തീർക്കുക. പിന്നെ തീർച്ചയായിട്ടും ഫുള്ളും ഒന്നും ബാക്കി വെക്കത്തില്ല. ശ്രമിക്കും. 100%. അതന്നെ വേണ്ടത്. ബസ്സിനകത്തൊക്കെ ഹായ് വരും. 100 മീറ്ററിൽ എത്ര സെക്കൻഡ് എന്ന് ചോദിച്ചു നോക്കി. എത്രയാ ലാസ്റ്റ് നാഷണൽസ്? 10.92. കിണ്ടി വെച്ച് പറയുന്നത് 10.92. അങ്ങനെ ഞാൻ 15-16 ഓടി തീർക്കും വേണം. അതേതായാലും ബോയ്സ് എല്ലാം 100% കൊടുക്കുന്ന ആള് 100 മീറ്റർ അത്ലീറ്റാ. നമ്മൾ അകത്ത് മോമോസ് കഴിക്കുന്നതാണ്. വരൂ ബോയ്സ്. അപ്പം ഇവിടെ കുറേ ഐറ്റം ഉണ്ട്. ഞാൻ എല്ലാം ഓർഡർ ചെയ്തതിന്, പക്ഷേ എനിക്കിവിടെ ഓർഡർ ചെയ്യാനും വീഡിയോ റെക്കോർഡ് ചെയ്യാനും കുറച്ച് ലിമിറ്റേഷൻസ്, ഒരു മാർക്കറ്റിംഗ് പലതൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞാൻ പോയി ഓർഡർ ചെയ്തിട്ട് വരാം. കുറേ മോമോ ഉണ്ട്. ഞാൻ ലിസ്റ്റിന്റെ ഇപ്പം വേണം ഒരു മെനു ഇപ്പം കാണിക്കാം സ്ക്രീനിനകത്ത്. മെനുവിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് ഇവിടം വരെ ഉണ്ട്. ശരിയാ, 100 മീറ്റർ ഓടുന്ന പോലെ ഉണ്ട് അവിടെ തൊട്ട് ഇവിടെ വരെ. എല്ലാത്തിലും റീച്ചിന് എനർജി പിടിക്കാറുള്ളത്. മോമോസിന്റെ കടയാണെന്ന് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ മോമോ ഓർഡർ ചെയ്യും. എല്ലാ ഫ്ലേവറും 4-5 മീറ്റേ ഉള്ള എല്ലാ മോമോ. എളുപ്പമായിരിക്കും. എളുപ്പം അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തിന്നു തീർക്കാന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഓരോന്നൊക്കെ മേടിക്കാം കേട്ടോ. സ്റ്റീം മോമോ, ചില്ലി മോമോ, പെരി പെരി മോമോ. ഇവിടെ എന്തൊരു മോമോ ഉണ്ട് കാണാൻ പറ്റുന്നില്ല. പാൻ ഫ്രൈഡ് മോമോ. അപ്പോൾ എല്ലാ മോമോ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം കാണാൻ ഒരേപോലെ തന്നെ ആയിരിക്കും. ശരി, കളർ ഡിഫറൻസ് ഉള്ളതേ ഉള്ളൂ. എല്ലാം ഒരേപോലെ തന്നെ. ബോയ്സ് അപ്പോൾ 14 പ്ലേറ്റ് മോമോയ്ക്ക് 70 മോമോ കാണും 5 വെച്ച്. അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലയോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എളുപ്പമായിരിക്കും. ചെറിയ പീസ 70 മോമോ കഴിക്കുന്നത് എളുപ്പമാണ്. എളുപ്പമാണെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല. കാരണം നമുക്ക് കാണുമ്പോൾ എളുപ്പം തോന്നുമെങ്കിലും തിന്നുമ്പോൾ അങ്ങനെ എളുപ്പം തോന്നില്ല. പക്ഷെ ഞാൻ കഴിക്കും. അങ്ങനെ ആകുമ്പോൾ എന്തായാലും നമുക്ക് ഹാഫ് മെനു 14 മോമോ കേട്ടോ. പിന്നെ ഇവർക്ക് ഇവിടെ ആയിട്ട് വേറെ കുൽഫിയും വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ബ്രോഡ് ഇരുന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് വരും. ഇതിപ്പോൾ യഥാർത്ഥം ഇവർക്ക് സ്റ്റീം മോമോയ്ക്ക് അത് ഇത്ര ഉണ്ട്, ഇത്ര ഐറ്റം ഉണ്ട്. ഏതാണ്ട് 5 വെജും ഇത്രയൊക്കെ ഉണ്ട്. ഇത് തന്നെ പ്രിപ്പറേഷൻ വ്യത്യാസമായിട്ട് ചില്ലി മോമോ ഉണ്ട്, പാൻ ഫ്രൈ മോമോ ഉണ്ട്. ഇവിടെ എക്സ്ട്രാ ഒരു ചോക്ലേറ്റ് മോമോ കൂടി ഉണ്ട് ഇവർക്ക് ഇവിടെ. അത് നമ്മൾ ഓർഡർ ചെയ്യും. അപ്പോൾ ഇതും കൂടി കൂട്ടിയാൽ 15 എണ്ണം. അപ്പോൾ മോമോ മേടിച്ചു കേട്ടോ. തുടക്കത്തിൽ നമുക്കൊരു 5-8 മോമോ മേടിക്കാന്ന് വിചാരിച്ച്. അപ്പോൾ 7 മോമോ മേടിച്ചുകൊണ്ട് ഒരു കുപ്പി വെള്ളം കൂട്ടണ്ട. അപ്പോൾ 7 മോമോക്ക് എത്ര രൂപയ്ക്കാണ്? 1814 രൂപ. സ്വർണ്ണം അറിയില്ല. ചിലപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിരിക്കും. നമുക്ക് ആദ്യം ഐറ്റം കിട്ടിയിരിക്കുകയാണ് ചോക്ലേറ്റ് മോമോ. 4 പീസ് ഉണ്ട്. ഇത് എളുപ്പമല്ലേ? അത്രേ ഉള്ളൂ. ഒരു 350 രൂപ ഉണ്ട് ഏകദേശം എല്ലാ ഒരു ഐറ്റത്തിനും. അപ്പോൾ ഒരു 100 രൂപയുടെ ഒരു മോമോയാണ് മനസ്സിലാക്കിയാണ്. അത് ശരിയല്ലേ? നമ്മള് വിചാരിച്ച ചോക്ലേറ്റിന് വരും മറ്റേ ഗോൾഡ് പ്ലേറ്റിംഗ് വരും പ്രതീക്ഷകൾ. ഫസ്റ്റ് ഐറ്റം കഴിക്കാം. 4 മോമോ. എങ്ങനെയുണ്ട്? എക്സ്പെക്ടേഷൻ മീറ്റ് ആയില്ല. ഓക്കെ കുഴപ്പമില്ല. കഴിച്ചു. അകത്തെ ഫില്ലിംഗ് വേണേ കാണിച്ചേക്കാം. അവർക്ക് അകത്ത് എന്തോ കേക്കാണോ ചോക്ലേറ്റ് ആണോ? അകത്ത് കേക്കും പുറത്ത് ചോക്ലേറ്റും. അതുകൊണ്ടാണ് ആ കേക്കിന്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. ചോദിച്ചു നമുക്കിനി കുറെ ഐറ്റം വരാറുണ്ട്. 8 ഐറ്റം തന്നെ. എനിക്ക് ഒന്ന് 350 മോമോ ആണെങ്കിലും കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് ഇവിടെ 4 പീസ് ഉണ്ട്. 8 പീസ് മനസ്സിലായിരിക്കും. ഒരു മോമോനെ 2 കട്ട് ചെയ്ത് ചെയ്യുന്ന കണക്കൊരു ഇത്. ബ്രോ അതൊക്കെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം വരാൻ ടൈം എടുക്കണം. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കുറച്ച് അത്രയ്ക്ക് ടൈം ലിമിറ്റ് വെക്കുന്നില്ല. അപ്പോൾ ഇപ്പം 1 മണിക്കൂറുള്ളൂ കേട്ടോ. 3 മണി ആകാറായി. 4 മണിക്കുള്ളിൽ തീർക്കണം. മടുക്കുന്നുണ്ടോ കഴിച്ചിട്ട്? ഇങ്ങനെ സാറിന് ഇത്ര ഫുഡ് കഴിക്കാറുണ്ട്? ഞാൻ നോർമലി ഒരു ബിരിയാണി പ്രിയനാണ്. ഞാൻ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും നിൽക്കുന്നിടത്താണെങ്കിലും ആൾക്കാരുടെ ചോദിച്ചാൽ ഞാൻ നല്ലപോലെ കഴിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഞാൻ മോമോസ് ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് അറിയില്ല. ഇപ്പം എത്ര നാളായി റേസ് ഒക്കെ നിർത്തിയിട്ട്? 2021 ലാസ്റ്റ് മീറ്റ്. അത് കഴിഞ്ഞിട്ട് 4 വർഷമായിട്ട് റിട്ടയർ ആയി. ആ സമയത്ത് ഡയറ്റ് ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഒരു നാച്ചുറൽ അത്ലീറ്റ് ആണ്. പ്രൗഡായിട്ട് പറയല്ല. ഞാൻ ഇതുവരെ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട്. കൊടുക്കുന്ന എക്സെപ്ഷനി സ്കിൽഡ് ആയിരിക്കും ഓടാൻ. ഇൻബോൺ ടാലന്റ് ലൈക്ക് ദാറ്റ്. ബോൺ ടാലന്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഓടി. നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പക്ഷെ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നാഷണലൊക്കെ ഇതായനെ മെഡൽ അടിക്കായിരുന്നു. ബ്രോക്ക് ഇടയ്ക്ക് ഒരു പേഴ്സണൽ റീസൺ കാരണം അതിലോട്ട് ഫുള്ളായിട്ട് പോകാൻ പറ്റിയില്ല. 4 പ്രാവശ്യം നാഷണൽ പോയി. ലോങ് സ്ട്രൈഡാണ്. ഇങ്ങനെ കാല് നീട്ടി വെക്കാൻ. ഹുസൈൻ ബോട്ടിൽ ഇങ്ങനെ വലിച്ചാണ് വെക്കുന്നത്. അങ്ങനെ വലിച്ച് കാല് നീട്ടി വെച്ച് ഓടുന്ന കൂട്ടത്തിൽ. ഇത് ലാസ്റ്റ് പീസാണ്. ഫസ്റ്റ് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആണ്. 4 പീസാണ് വന്നെങ്കിലും അവർ 8 പീസ് തന്നു. എന്നെ ചതിച്ചു.
ലാസ്റ്റ് ഐറ്റം തീർന്നിരിക്കുന്നു. ഇനി 6 ഐറ്റം ഇനിയും വരാനുണ്ട്. മുമ്പിലോട്ടുള്ളതൊക്കെ പറ്റിയിട്ട് മധുരം കാണും. ഈ ഒരേ ഐറ്റം മധുരമേ ഉള്ളൂ. ഡിസേർട്ട് ഇത് മാത്രമേ ഉള്ളായിരുന്നു. മധുരം ശരിയല്ല. എനിക്കിങ്ങനെ ഈഗോ കാര്യമൊന്നുമില്ല. പണ്ട് പറയത്തില്ല ഷെയറിങ് ഇസ് കെയറിങ്. എനിക്ക് കോമ്പറ്റീഷൻ ആണോ അല്ലെങ്കിൽ ചാലഞ്ച് ആണോ എന്ന് എനിക്ക് കുഴപ്പമില്ല. ഞാനിന്ന് കഴിക്കാൻ പറയുക അത് വേണ്ട, അതാണ് ഒന്നത് കഴിച്ചാൽ. അപ്പൊ അടുത്തെത്തിരിക്കുകയാണ്. വോയിസ് നോക്കും, ഇത് കളർഫുൾ ആയിട്ടിരിക്കുന്നു. ഇത് മോമോസിലെന്ന് തോന്നുന്നു മാറിപ്പോയി. പഴംപൊരി അല്ലെങ്കിൽ ഏത്തക്കപ്പം എന്ത് വേണമെങ്കിലും പറയാം. ഒരു ചില്ലി ചിക്കൻ. പഴംപൊരി ചില്ലി ചിക്കൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ. 2 ഐറ്റം വന്നിരിക്കുന്നതുകൊണ്ട് ഇത് സെക്കൻഡും തേർഡും. അപ്പോൾ നിങ്ങൾ പറയൂ, ഞാൻ ഇതിനകത്ത് ഏതാണ് കഴിക്കേണ്ടത്? പഴംപൊരി കഴിക്കണോ ചില്ലി ചിക്കൻ കഴിക്കണോ? അവരോട് കമന്റ് ചെയ്യും. ബ്രോ ഇപ്പോൾ സെലക്ട് ചെയ്യും. നമുക്ക് അതേ പഴംപൊരി കഴിക്കണം. ഇത് ചിക്കനാണ്. ആദ്യം കഴിച്ചതിനേക്കാളും നല്ല. കൊള്ളാം, നല്ല 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 ചെറിയ ഐറ്റം. അതാണ് ഞാൻ ഇപ്പോൾ ഹാഫ് മെനു 14 പ്ലേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ചെറിയ ചെറിയ ഐറ്റം. പെട്ടെന്ന് കഴിച്ചു തീരുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതെ, നീ ചില്ലി മോമോസ്. ചില്ലി മോമോസും കഴിച്ചു. ഇത് 10 എത്ര കൊടുക്കും ഈ ടേസ്റ്റ്? ഇത് 10 ഇതിനും 10. കാരണം ഞാൻ ഫസ്റ്റ് കഴിച്ച ഷോക്കായിരുന്നു. 10 2. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവനെ അറിയത്തില്ല, ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവൻ എന്തായാലും മോമോ കഴിക്കാത്ത ആൾ ഫുൾ മോമോനെ കുറിച്ചുള്ള റിവ്യൂ പറയും. അത് കഴിച്ചു തീർക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ പഴംപൊരി ഇതിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിക്കുന്നത് ഇത് കുറച്ച് സ്പൈസിയും കൂടെ അല്ലേ. അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വായം കൊടുന്ന് ഇതാക്കാൻ വേണ്ടി സെറ്റാക്കാൻ വേണ്ടി അത് ചെയ്യാൻ ചിന്തിച്ച് വന്നിരിക്കുകയാണ്. രുചിയുള്ള ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കും, അവസാനം കഴിച്ചു തീർക്കാൻ. സ്ട്രാറ്റജി കാര്യങ്ങളൊന്നുമില്ല. സ്പോർട്സ് സ്ട്രാറ്റജി. സ്പോർട്സ് അല്ല, സ്പോർട്ട്. അടുത്ത ഐറ്റം വന്നു. ഏത് ടൈപ്പ് മോമോ ആണ് തോന്നുന്നു? സോറി ഗായ്സ്, ചെറിയൊരു മാറ്റമുണ്ട്. ഇതല്ല ചില്ലി ചിക്കൻ, ഇതാണ് ക്യാപ്സിക്കം, ഉള്ളി, അകലം ഉണ്ട്. ചില്ലി ചിക്കൻ. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടിട്ട് വേറെ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ഞാൻ അത് പറയുന്നില്ല. ഞാൻ തന്നെ കഴിക്കേണ്ടതുണ്ട്. വലിയ മെനു അല്ല കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു 14 കഴിച്ചാൽ ഡീസന്റ്. അർജുബ്രോ ഇങ്ങനെ പലതും പറയും, ആരും അത് വിശ്വസിക്കരുത്. സത്യം പറഞ്ഞാൽ നമ്മള് ആദ്യമേ തരുമ്പോൾ ഭയങ്കര ആവേശമല്ലേ. ആദ്യമേ എന്നെ ഡൗൺ ആക്കി ആ വൃത്തിയായിട്ട സാധനം തന്നിട്ട്. അതാ വലുതില്ലായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. ആണല്ലേ, സന്തോഷം. ചെയ്യാൻ കൊണ്ടാ കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. എനിക്ക് നമുക്ക് കഴിക്കാം. ആണല്ലേ, ഇപ്പൊ ഇത്ര പ്ലേറ്റ് തന്നെ നമുക്ക് ആയല്ല. അതെ, 5 ആയി. ഇപ്പൊ 2 കൂടി വരും. ഇത് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു കേട്ടോ. ചെയ്യാൻ പറ്റും തോന്നുന്നു എന്നില്ല. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യത്തില്ല. പക്ഷെ ഞാൻ കൊണ്ട് ചെയ്യും. ഇതെന്റെ ലാസ്റ്റ് ആണ്. ഒരുമിച്ച് തിന്നണോ പകുതി തിന്നണോ? 2 plates done. Let's go. അടുത്തത് കഴിക്കേണ്ടത് നമ്മൾ പുതിയതോട്ട് പോകുന്നതാണെങ്കിൽ നമുക്ക് പഴംപൊരി പിടിക്കാനാണ്. പഴംപൊരി നമ്മൾ ടേസ്റ്റ് ചെയ്തല്ലേ, നമുക്ക് ചില്ലി ചിക്കൻ നോക്കി നോക്കാം. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഇത് ശരിക്കും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്കിത് കണ്ടിട്ട് പലതും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യണേ. ശരി, കമന്റ് ചെയ്യും. അപ്പോൾ ചില്ലി ചിക്കൻ പിടിക്കാനാണ്. കൺഫ്യൂസ്ഡ് ആയല്ലോ. അടുത്ത് ഫൈനലല്ലേ. അപ്പോൾ ഇത് 6ാമത്തെ ഐറ്റം എത്തിയിരിക്കുന്നത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. നമ്മൾ 7 ഓർഡർ ചെയ്ത് ഇപ്പോൾ തൽക്കാലം. ഹണി ചില്ലി എന്ന് തോന്നുന്നു കേട്ടോ. ടേസ്റ്റ് എങ്ങനെ ഉണ്ട്? ടേസ്റ്റ് 2 ചില്ലി ചിക്കനെ പോലെ തന്നെ കാണാതിരിക്കുന്നെങ്കിലും ടേസ്റ്റ് വരെ പോലെ തന്നെ. 2 പ്ലേറ്റ് ആണ് ഇതുവരെ കഴിച്ചു തീർക്കട്ടെ. 7 പ്ലേറ്റ് ഒരെണ്ണം കൂടി വരാണ്. 7 പ്ലേറ്റ് ഫുള്ളും തീർക്കാം. ഞാൻ എപ്പോഴും ആ കണ്ടസ്റ്റൻറ്റ് പറയാനുള്ള പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞാൽ വയററിയത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നത് അന്ന് നിങ്ങൾ പതുക്കെ കഴിച്ചു തുടങ്ങി ഞാൻ നടക്കത്തില്ല. ഒരു കാര്യം പറയുന്നുണ്ടോ, ഞാൻ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എനിക്ക് മനസ്സിലാവാൻ ഞാൻ ആദ്യം ടേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ. ചതിച്ചു. പിന്നെ ഇത് മൊത്തം ചീസാണെന്ന് ഇപ്പൊ മനസ്സിലായത്. കഴിച്ച മനസ്സിലായി നേരത്തെ. ആദ്യം മനസ്സിലായില്ല കേട്ടോ. ഞാൻ ആദ്യം കഴിച്ച പീസ് കരിഞ്ഞു പോയി. അവർക്ക് പറ്റിയ പ്രശ്നമാണ്. ഇതിന് അതിന്റെ അത്ര കട്ടിയില്ല, കുറച്ച് സോഫ്റ്റ് ടെക്സ്ചർ. അപ്പൊ നമുക്ക് ടേസ്റ്റ് മനസ്സിലായി. ഇപ്പൊ അത് മാറ്റി വെക്കണം. ഇത് സ്റ്റീംഡാ. ഇത് 2 സ്റ്റീംഡാ. കട്ടിയാ, വിഴുങ്ങാൻ പറ്റുന്നില്ല. ഇത് വിഴുങ്ങാണ്. ഇത് വിഴുകാം. ഇപ്പൊ നമുക്ക് വേണേൽ സ്റ്റീം ഇനി 7 ഐറ്റം പറയാനില്ലേ. സ്റ്റീം പറയിപ്പിക്കാം, അല്ലെങ്കിൽ ഫ്രൈ പറയിപ്പിക്കാം, പെരി പറയിപ്പിക്കാം. സ്റ്റീം ട്രൈ ചെയ്താൽ മതി. ടേസ്റ്റിന് വേണ്ടി ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഞാൻ വേണം 1-2 സ്റ്റീം കൂടി ഇവന് വേണ്ടി ഓർഡർ ചെയ്യാം. കുറച്ച് എളുപ്പമാക്കി എല്ലാം ട്രൈ ഒക്കെയാണ്. ഒരു വികാരമില്ല. കോണ് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ പറഞ്ഞിട്ട് സ്പൈസ് ഇല്ലാതെ വേണമെന്ന് പറഞ്ഞില്ല. അതാണിത്. ഒരു വികാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്പൈസും വേണം, ഒന്നും വേണ്ടിയിരിക്കുന്നല്ല, ഇത് വേണമെന്ന് പറഞ്ഞു. ഒട്ടും ഫ്ലേവറിൽ ഇവിടെ ചട്നിയൊക്കെ ഉണ്ടോ? അതൊക്കെ മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറെ ഐറ്റത്തിൽ ഓൾറെഡി കുറേ ചട്നി ഉണ്ട്. അല്ലെ വേണ്ട. അതായത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്തോ ആക്സിഡന്റ് പറ്റിയാന്ന് തോന്നുന്നു. തലച്ചോറൊക്കെ പുറത്തുനിന്നിരിക്കുന്നത്. ബാക്കിയൊന്നും കുഴപ്പമില്ല. എളുപ്പമല്ലേ. ഇതിനകത്ത് മാത്രം ഒട്ടും വലുതായിട്ട് സ്റ്റഫിങ് ഇല്ല. സത്യം പറയാം, ഞാൻ കാർണിവറാ. ഞാൻ മാംസം മാത്രമേ കഴിക്കുന്നതാണ് കഴിഞ്ഞ ഒരു 50-60-70 ദിവസമായിട്ട്. പക്ഷെ നല്ല കണ്ടിട്ട് നമ്മൾ 2 പ്ലേറ്റ് തീർത്തിരിക്കുന്നത്. ഇപ്പോൾ 3ാമത്തെ പ്ലേറ്റ് തീരാൻ പോകുന്നു. ആക്സിഡന്റ് ആയത് ഇപ്പൊ കഴിക്കാൻ പോകുന്നു ഫൈനൽ ബൈറ്റ്. AC കുറവായിട്ടാണോ അതോ അത് ഇത്ര കഴിച്ചതിന്റെ ആയിരിക്കും. കഴിച്ചതിന്റെ സ്പെക്ട് അതാ പറഞ്ഞോണ്ടിരുന്നത്. എളുപ്പമാണ് കാണാൻ. അത്ര എളുപ്പമല്ല. ചെറുത് സാധനമാണെങ്കിലും ചെറുതിന് പവർഫുൾ ആണെന്ന് പറയത്തില്ലേ. 10.58 5.2 സാരം 9.2 അത് കൂടിപ്പോയി. 5.2 വലിയ സംഭവമായി പോയി. വലിയ ആളാണ്. എനിക്ക് തോന്നുന്നു ഓടുന്നതിനേക്കാളും പാടാ തിന്നുന്നതാണ്. 3ാമതായിട്ട് തീർന്നു കേട്ടോ. അവസാനത്തായിട്ട് എത്തി. ഇത് കാണാൻ കൊള്ളാം കേട്ടോ. ഒരു പിങ്കിഷ് ലുക്ക്. പ്രതീക്ഷ ഞാൻ സ്റ്റീം മേടിക്കുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. 4th പ്ലേറ്റ് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ ബൈറ്റ്. ഫസ്റ്റ് ബൈറ്റിൽ എനിക്കൊന്നും തോന്നുന്നില്ല. സെയിം ടേസ്റ്റ്. ഞാൻ ഇവിടെ വാൾ വെച്ചാലും ഞാൻ ഇത് കഴിക്കും. ഇത്രയും കോൺഫിഡൻസ് ആരും കണ്ടിട്ടില്ല. കോൺഫിഡൻസ് ആണോ ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല.
നമുക്ക് കാണാൻ കുറച്ച് കഴിയുമ്പോൾ ഇത് ഹാഫ് മെനു ആയിട്ടില്ല, ഇവിടെ കുറച്ചായിട്ടേ ഉള്ളു കേട്ടാ. സത്യം പറഞ്ഞാൽ കുറച്ച് ഐറ്റം അല്ല. മോമോസിന് സാറിന് ഒരു 50 കാലറി ഉള്ളതാവും. പിന്നെ 50 കാലറി വെച്ച് നോക്കിയാൽ 35 മോമോസ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും കൂടി ഒരു 1750 കാലറി ആവുന്നുള്ളൂ. 14 ഐറ്റം പിടിക്കണ്ട. 14 ഐറ്റം ചിലപ്പോൾ കഴിച്ച് തീർക്കും തോന്നില്ല. നമുക്കൊരു 10 ഐറ്റം 10 പ്ലേറ്റ് തിന്ന് കഴിഞ്ഞാൽ ഹാഫ്. ഇപ്പൊ എത്ര പ്ലേറ്റ് ആയി? 7 പ്ലേറ്റ് ആയി. 7 പ്ലേറ്റോ? 3 പ്ലേറ്റും കൂടെ. ഇത് 3 ഇത് കൂടാതെ 3 പ്ലേറ്റ് കഴിച്ചാൽ ഹാഫ് ആക്കാം. അല്ലെങ്കിൽ ഇത് കൂടാതെ 7 പ്ലേറ്റ് കളിക്കായിരിക്കുമായിരുന്നു. ഇപ്പൊ 3 ആക്കിയേക്കാം. എനിക്ക് അത് മതിയെന്ന്. അപ്പൊ എത്ര കാലറി ആവും? 1900 കാലറി ആകത്തുള്ളൂ കേട്ടോ. അത് കുറവാ, കാലറി വൈസ് കുറവാ. 2000 കാലറി എന്ന് പറയുന്നത് ഒറ്റ സിറ്റിങ് കഴിച്ച് തീർക്കില്ല. നമ്മൾ മനുഷ്യന്മാരുടെ കാര്യമല്ലേ പറയാം. അതാണ് നാഷണൽ പുള്ളിയാണ്. ഞാൻ ഇപ്പൊ നാഷണൽ പോയി, ഞാൻ സ്റ്റേറ്റ് പോലും ഡിസ്ട്രിക്ട് പോലും പോയിട്ടില്ല. അപ്പോഴാണ് സ്റ്റേറ്റ്. അത് ഓട്ടം. ഇത് തീറ്റ. തീറ്റി മത്സരത്തിൽ ഞാൻ നല്ല പേര് എടുത്തിളക്കാം. ഞാൻ വെറുതെ വീഡിയോ ഇടുന്നതേ ഉള്ളൂ. എല്ലാവരും കൂടി തീറ്റി പ്രാന്തരാക്കുവാണല്ലോ. 4ാമത്തെ പ്ലേറ്റിന്റെ ഫൈനൽ ബൈറ്റിൽ എത്തിയിരിക്കുകയാണ്. കമോൺ റേസ് ഓടിക്കുന്നതൊക്കെ ഉള്ളൂ എന്ന് പറയുന്നതിന് എന്നാലും അതിനെക്കാട്ടിലൊക്കെ എളുപ്പമാണ്. നാഷണലി ആൾക്കാരായിട്ട് കമ്പീറ്റ് ചെയ്യുന്ന ചോദിക്കുന്നത് ഒന്നുമല്ല. ഇത് അത് നമുക്ക് അറിയാവുന്ന പരിപാടിയാണ്. ഇത് നമുക്ക് തീരെ അറിയാത്ത പരിപാടിയാണ്. കംപ്ലീറ്റഡ് ബോയ്സ് തീർന്നിരിക്കുന്നു. ഇതെനിക്ക് തീർക്കാൻ പറ്റും. 3 പ്ലേറ്റ് കൂടെ ഉള്ളൂ. കഴിച്ച് തീർക്ക്. ഇതൊന്നും ഒന്നുമില്ല. ഞാൻ ഓർഡർ ചെയ്യട്ടെ? സമയം എടുക്കും. അപ്പോൾ 3 പ്ലേറ്റ് കൂടി ഓർഡർ ചെയ്തിട്ട് വരാം. ഫ്രൈഡ് വേണ്ട. ഫ്രൈഡ് വേണ്ടേ? ഇത് തന്നെയാ തീം മതിയോ? തീം അല്ലാതെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കട്ടെ. എരി വേണ്ട. എന്തൊക്കെയാണ് ദൈവമേ, എത്ര ലിസ്റ്റ് ഉണ്ട്. അടുത്ത 3 ഐറ്റം കൂടി ഓർഡർ ചെയ്യണം. ഇപ്പുറം സൈഡിലോട്ട് ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, സൂപ്പ്, അതൊക്കെ ഉണ്ട്. അതൊന്നും അവനെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. എനിക്ക് നല്ലതായിട്ട് അറിയാം. അപ്പം നമുക്ക് എന്തായാലും വാവ് കുൽഫി ഉണ്ട്. അപ്പോൾ അതിനൊരു കുൽഫി ഓർഡർ ചെയ്യാം. ഇതൊരു കുൽഫിയും പിന്നെ ഒരു പെരി പെരി മോമോയും ഒരു കുർക്കുറെ മോമോ. 700 രൂപയുടെ അടുത്ത പ്ലേറ്റ് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് പറഞ്ഞൊന്നും കൊണ്ടുപോയിട്ടില്ല. എന്നെ കൊണ്ട് അത്രയൊക്കെ പറ്റും. മോമോസ് കൊണ്ടുവരാൻ പറഞ്ഞ ആളാ എടുത്ത് ചോദിച്ചിട്ട് പോയതാ. ഫ്രൈഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പെരി പെരി, ഇത് കുർക്കുറെ, ഇത് പിന്നെ ഞാൻ പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കലത്തിലുള്ള ഒരു കുൽഫി. ഇത് 700 രൂപ എടുക്കട്ടെ. കഴിച്ചു തീർക്ക്. ഇതൊന്നും ആയില്ലല്ലേ കണ്ടിട്ട്. ഞാൻ എവിടെ നിന്ന് പോയി അവിടെ തന്നെ നടക്കുന്നത്. ഈ ചട്ടിയിലെ സാധനം ഒരു ഇതായിട്ട് കൂട്ടുമോ? അല്ല, ഓരോന്ന് പറഞ്ഞായിട്ട് കൂട്ടാനാ. അതിന് അല്ല, അങ്ങനെ പറ്റില്ലല്ലേ? അല്ല ഇത് ഒരെണ്ണല്ലേ? ഇത് 2 കൂടി വരണം. ഇത്ര ഐറ്റമേ ഉള്ളൂ. 5000 രൂപ ഫുള്ളും കഴിച്ചു തീർത്താം. ഒരേട്ടൊന്നും ഐറ്റം ഇല്ലിനകത്ത്. എത്ര മോമോ ഉണ്ട്? 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 14, 15, 16, 17, 18, 19 മോമോ ഉള്ളൂ. പിന്നെ ഈ 2 സാധനം. 19 മോമേ ഉള്ളു. നമ്മള് റേസ് കളിക്കുന്നതാണ്. ഇതൊന്നുമല്ല. ഈസി. നാഷണൽ എവിടെ കിടക്കുന്ന എന്റെ ചാനൽ എവിടെ കിടക്കും. ഇത് കണ്ടിട്ട് നല്ല രസമുണ്ട്. അറിയാം നിങ്ങൾക്ക് കൊതിയോ കഴിച്ചു നോക്ക്. കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഫേസ് എക്സ്പ്രഷൻ ഫോക്കസ് ചെയ്യും. എങ്ങനെയുണ്ട്? കപ്പലണ്ടി മിക്സിക്കകത്ത് അടിച്ചിട്ട് പാലും കപ്പലണ്ടി മാത്രം അടിച്ച് താഴെ. അപ്പോൾ പ്രോട്ടീൻ ഉണ്ട്. കുറച്ച് കാലറി. ഒരു പീനട്ട് ബട്ടർ കുൽഫിയുടെ ഫോമിൽ കഴിക്കുന്നത് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും ടേസ്റ്റ് ഒക്കെ മിക്സ് ചെയ്ത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. 5000 രൂപ കൊണ്ടുപോകും. നമ്മൾ 10000 പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ 5000 പിടിക്കും. 14 പ്ലേറ്റ് കഴിച്ച് ഞാൻ 10000 രൂപ തരും. കേട്ടോ, നേരത്തെ 5000 രൂപ പറഞ്ഞുകൊണ്ടില്ല. പിന്നെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കി 10 പിടിക്കാം. എനിക്ക് പൈസ ഒന്നും ഒരു കുഴപ്പമില്ല. കണ്ടസ്റ്റന്റ് വന്നിട്ട് സ്വന്തമായിട്ട് തള്ളി പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ കിട്ടാവോ? എന്റെ കിട്ടുമല്ലോ. എല്ലാവരും എല്ലാ വീഡിയോയിലും പറയില്ലേ മോട്ടിവേറ്റ് ചെയ്യത്തില്ല. അത് കുറച്ച് കേൾക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ മോട്ടിവേഷൻ ഇതാണ്. ഇതൊരു രീതിയിലുള്ള മോട്ടിവേഷനാണ്. അതൊന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ചിലവർക്ക് മനസ്സിലാത്ത ആൾക്കാർ കാണുന്നതാണ് ഇതിനെ നോക്കുന്നത്. ഒരു കോച്ചസ് ആയാലും നമ്മളിങ്ങനെ നമുക്ക് പറ്റില്ല. ഇത് ഇൻസൾട്ട് അല്ല, ഇത് വേറൊരു രീതിയിലുള്ള മോട്ടിവേഷൻ. ഒരു പുഷ് ആയിരുന്നു. കോച്ച് ഇൻസൾട്ട് മോന്തക്കടിക്കുന്ന പറയുന്നത് ഞാൻ അത്രക്കൊന്നും ഇല്ല. കഴിഞ്ഞത് അത്രോട്ടൊന്നും ഫുള്ളും തീർക്കേണ്ട. നമ്മൾ മിക്സ് ചെയ്യേണ്ടല്ലേ അടുത്ത പ്രാവശ്യം. തീർന്നത് ഇനി ഇതൊക്കെ ഉണ്ട്. ഫ്രൈഡ് കാണുമ്പോഴേ പ്രശ്നം. ഇതേ ഉള്ളൂ. കഴിക്കാം. കൂടുതൽ ചിന്തിച്ചോണ്ടിരിക്കുന്നോണ്ടാ. അയ്യോ, ഈ സാധനം മറ്റേ ഒരു കളർഫുൾ സാധനം. ചീസല്ലേ പറ്റാത്തത്, അതല്ലേ ഇത് മാറ്റിയത്. ഞാൻ ഓർഡർ ചെയ്താൽ ഒരു ചീസും ഇല്ല. കഴിച്ചു. സൈഡിൽ കൂടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാൻ കാണാത്ത പോലെ കാണിക്കാൻ. അതെ കൊള്ളാന്ന് പറയും. മണത്തൊക്കെ നോക്കുന്നത്. ലാസ്റ്റ് സ്പ്രിന്റ്. ആക്ച്വലി സ്പ്രിന്റർ. അത് ഷോർട്ട് ഡിസ്റ്റൻസാ. ഇതുപോലെ മാരത്തോൺ അല്ല, കുറെ ഉണ്ട് മാരത്തോൺ ഫുഡ്. ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ റേസ് തീരും. ഇത്രേ ഉള്ളൂ. മറ്റേ അക്ഷയപാത്രം എന്നൊക്കെ പറയത്തില്ലേ, എടുക്കുന്നോറും കൂടിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നില്ല കഴിക്കാൻ പറ്റും. ഇതൊക്കെ എന്നാ അഭിനയാട്ടാ. ആണോ? കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റി. അതെ എല്ലാരും കഴിക്കാൻ പറ്റുമെന്നല്ലേ പറയുന്നത്. അതെ എന്തൊക്കെയാണോ. 5ാമത്തെ പ്ലേറ്റ് തീരുകയാണ്. 5ാമത്തെ പ്ലേറ്റിൽ 4 പ്ലേറ്റും കൂടി പിന്നെ ഈ കുൽഫിയും കൂടി. ഒരു പ്ലേറ്റ് ഓൾറെഡി പകുതിയാണ്. ഇതും പകുതിയാണ്. ഇനി ബാക്കി മെയിൻ ആയിട്ട് ഫുൾ പ്ലേറ്റുള്ള 2 ഉള്ളൂ. ഇന്ന് തീർക്കൂ. വിട്ടുകൊടുക്കരുത്. മൈക്രോ സെക്കൻഡിന് വാല്യൂബിൾ ആണ് നമുക്ക്. അടുത്ത 6ാമത്തെ പ്ലേറ്റിന് ലാസ്റ്റ് പ്ലേറ്റിൽ എത്തിയിരിക്കുകയാണ്. കമോൺ ലെറ്റ്സ് ഗോ. 6 പ്ലേറ്റ്. ആരും കൈ അടിക്കുന്നില്ല, ഞാൻ മാത്രം അടിക്കുന്നു. ഇനിയും വെറും 3 പ്ലേറ്റും പിന്നെ ഈ കുൽഫിയും. വെള്ളം ഇതായിട്ട് മിക്സ് ഉള്ളൊന്ന് തണുപ്പിക്കട്ടെ. മൊത്തം ചൂടാ. ഞാൻ പറഞ്ഞത് ബാക്കി വെക്കാനാ. ബാക്കിയുള്ളത് സ്പൈസിയാ. 3 പ്ലേറ്റ് കൂടി ഉള്ളൂ. ഒരെണ്ണം വെക്കുക. അത് കുറച്ച് കഴിക്കുകയും മിക്സായി കഴിച്ച് തരും. പക്ഷെ ഇത് ഭയങ്കര മടുപ്പാണ്. നമ്മൾ തണുപ്പിക്കാൻ പോയിട്ട് ഭയങ്കരമായിട്ട് മടുപ്പിക്കുന്നത്. കപ്പലണ്ടി ആയതുകൊണ്ട് എളുപ്പം ഫില്ലും ആവും. എനിക്ക് എല്ലാം കൂടി കഴിച്ച് കഴിയുമ്പോൾ 2500-2600 കാലറി ആണ്. ഈ സോസ് വേണം. വേണ്ട. എന്തിനാ വെറുതെ ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യുന്നത്? വേണമെങ്കിൽ കുറച്ച് സോസ് ഞാൻ അങ്ങോട്ട് തരാം. കുഴപ്പമില്ല. കൺഫ്യൂഷൻ ആയല്ലോ. ഈ ബില്ല് 717 ആയിരുന്നു ഈ 3 മേടിച്ചത്. അത് കുർക്കുറയാണെന്ന് തോന്നുന്നു. കുർക്കുറ കുർക്കുറ പേര് മാത്രമേ ഉള്ളൂ.
ഉപ്പില്ല, മധുരമില്ല, പുളിയില്ല, എരിയില്ല, ഒന്നുമില്ല. ആ പട എണ്ണയുടെ വൃത്തിയായിട്ട് ചോ അത്ര സത്യമായിട്ട് എണ്ണ ചോദിക്കുന്നത്, സത്യമായിട്ട് എണ്ണ. ഇതല്ല, അതാണ് ഉറുക്കുറ എന്ന് തോന്നുന്നു. ചോക്ലേറ്റ് മോമോക്ക് 2 റേറ്റിംഗ് അല്ല, അപ്പൊ ഇതിന് എത്ര റേറ്റിംഗ് കൊടുക്കുന്നത്? ചോക്ലേറ്റ് മോമിന് ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ 2 കൊടുത്തത്. ഈ സാധനത്തിനകത്താണെങ്കിൽ ഒന്നുമില്ല, വെച്ചാൽ ഒരു ടേസ്റ്റും ഇല്ല, ഒന്നും കൊടുക്കുന്നില്ല. ഇതിനകത്ത് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ മൈനസ് വേണമെങ്കിൽ തരാം, കുഴപ്പമില്ല, മറ്റേത് കഴിയും. ഇതിൽ ടേസ്റ്റ് ഉണ്ട്. ബാക്കി ഇതൊക്കെ ഞാൻ കഴിക്കാത്തതാണ്, പക്ഷേ ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഇതിന് ടേസ്റ്റ് ഉണ്ട്. കുറെ ചീസ് ആയതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. പക്ഷേ ഇത് ഐ എം നോട്ട് പ്രിഫറിങ് ദിസ് കുർക്കറി. അതാ മുളക് പൊടി. ഓ, ഞാൻ രോമാഞ്ചം വന്ന് കാണിക്കണം. ഞാൻ സ്പൈസ് ഒട്ടും കഴിക്കാത്ത ഒരാളാണ്. എന്ത് ചെയ്യാം, എല്ലാം അർജി കുറുകി. ഇത് പിന്നെ കുഴപ്പമില്ല കേട്ടോ, 3 എണ്ണേ ഉള്ളൂ. അത് അപ്പുറത്തില്ല, ഞാൻ ഫേക്ക് ഇട്ടതാ, പക്ഷേ വീണില്ല. നടക്കാൻ തീരുമാനിച്ച താഴെ വീഴുന്നല്ലോ. പുതിയ സ്ട്രാറ്റജിയാണ്. അറിഞ്ഞോടല്ല, നമ്മൾ കള്ളക്കളി കാണിക്കാറില്ല. ഇത്രയായിട്ടേ ഉള്ളു കേട്ടോ. കഴിച്ചു തീർത്ത 5K. കുറച്ച് നടന്നിറങ്ങി വൈറ്റിൽ സ്പേസ് ഒക്കെ ഉണ്ടാക്കി ഇപ്പൊ എത്തും. ഞാൻ 14 ഐറ്റത്തിൽ നിന്ന് 4 ഐറ്റം മാറ്റി 10 ഐറ്റം ആക്കി. ആയിട്ട് ചിലതൊക്കെ ഡെസേർട്ട് ഒക്കെയാണ്. എല്ലാം കൂടി 2600 കാലറി കണ്ടൊക്കെ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു 2300 കാലറി കഴിക്കാം. ലൈക്ക് ഇറ്റ്സ് എ ഡീസെന്റ് അബൌട്ട് ഓഫ് കാലറി. എന്ന് വെച്ചാൽ 2.5 ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ 2300 കാലറിയാണ്. ഒരു ബിരിയാണി തന്നെ 1000 കാലറിയാണ്. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് ആയിട്ട് അവൻ നടക്കുമെന്ന് പറഞ്ഞ് പോയിട്ട് ബാത്റൂമിൽ കയറി 10 മിനിറ്റ് ആയിട്ട് അവനെ കാണുന്ന പോലും ഇല്ല. സമയം തീരാറായി കേട്ടോ, സമയമില്ല. ഞാൻ കുറെ എക്സ്ട്രാ സമയം കൊടുത്തായിരുന്നു. ഞാൻ കഴിക്കുമെങ്കിൽ തന്നെ ചിലപ്പോൾ സമയം ബാക്കി കാണത്തില്ല കേട്ടോ. ഡൗട്ട് ആകുന്നു. എനിക്ക് തോന്നുന്നു അവന് ഈ എരിവൊക്കെ കയറി പിടിച്ചുകൊണ്ടാണ് ആളുകൾക്ക്. നീ സമയമില്ല കേട്ടോ, ഞാൻ ഒരു 10 മിനിറ്റ് എടുത്തരാം. നമുക്ക് സെറ്റ് ആക്കണം. ഇത് ടൈമറാണ്, ഒരു 10 മിനിറ്റ് വെക്കാം. കഴിച്ചു തുടങ്ങി ഇത്രോട്ടൊന്ന്. ടൈമർ സെറ്റ് ചെയ്യുവാണ് ഞാൻ. 10 മിനിറ്റ് ടൈമർ. നമ്മുടെ കയ്യിൽ ഇപ്പം 10 മിനിറ്റ് ഉണ്ട്. 8 മോമോയും പിന്നെ ഒരു സ്ഥലവും. കഴിക്കോ, തീർക്ക്. കഴിഞ്ഞ കുറച്ച് വീഡിയോ ആർക്കും പൈസ കൊടുക്കാൻ പറ്റുന്നത്. എനിക്ക് പൈസ കൊടുക്കുന്ന അത്രയ്ക്ക് ആഗ്രഹത്തിരിക്കുക. ആൾക്കാർ പൈസ എല്ലാ പോകുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പൈസ മേടിച്ചു വേണം. മിനിമം 5K എൻ്റെ മേടിച്ചു വേണം എല്ലാ വീഡിയോക്കകത്തും. നമുക്ക് വലിയ മനസ്സിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരുമെന്ന്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. 4 ഡിഷ് കുറച്ചില്ല ഞാൻ. സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യം. പിന്നെ ഒരു ഡിഷ് ഇത് അതാക്കി ഞാൻ, ചെറിയ ഐറ്റം. ഞാൻ 9 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത് കേട്ടാ. 9 മണിക്കൂർ 58 മിനിറ്റ് ആയി. 2 മിനിറ്റ് ആയിരുന്നു. ഞാൻ ടൈമർ തെറ്റിച്ചുകൊണ്ട് പിന്നെ ഒരു 8 മിനിറ്റ് ടൈമർ വെക്കുക. 8 മിനിറ്റ് ടൈമർ. ലെറ്റ്സ് ഫിനിഷ് ദിസ് ആൻഡ് ഗെറ്റ് ദാറ്റ് 5K. യു ക്യാൻ ഡു ഇറ്റ്. ഫൈനൽ സ്ട്രെച്ച്. ഇത് മറ്റേ റിലേ കളിക്കുന്നതൊക്കെ കഴിച്ചു തീർക്ക് പെട്ടെന്ന്. റിലേക്ക് അധികമൊന്നും ഇല്ലല്ലോ, 100 മീറ്ററല്ലേ ഉള്ളൂ. 400 നമുക്ക് 400 ഇല്ലേ? തീർക്കും. അത്ലീറ്റ് എന്റെ ഫസ്റ്റ് അത്ലീറ്റാ. അല്ല, ഫസ്റ്റ് അത്ലീറ്റ് ഇതിനു മുമ്പ് ഒരു കിക്ക് ബോക്സർ വന്നായിരുന്നു, പിന്നെ ഒരു പവർ ലിഫ്റ്ററും വന്നായിരുന്നു. പവർ ലിഫ്റ്ററിനെ കുറിച്ച് പറയാതിരിക്കും, നമ്മുടെ ട്രെയിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നതാ. ഇതിന് കമന്റ് അവൻ തന്നെ ഇടും. പെരി അടുത്ത പ്ലേറ്റ് തീരുകയാണ്. പെരിയുടെ 2 പ്ലേറ്റ് കൂടി ഉള്ളൂ. 3 പ്ലേറ്റ്. ഇത് 2 പിന്നെ അതൊന്ന് കഴിച്ചു തീർക്ക്. 6 മിനിറ്റ് ടൈം ലിമിറ്റ് വെച്ചപ്പോൾ അതേ പെർഫോം ചെയ്യുന്നതല്ല. അതാണ് റേസുള്ള ആൾക്കാരെയൊക്കെ ഒറ്റയടിക്ക് ടൈം ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി പെർഫോമൻസ്. 4.25 മിനിറ്റ് ബാക്കി. ഇതന്നെ 100% കഴിഞ്ഞു കേട്ടോ. 100% കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ പെർസെന്റ്. ഞാൻ അത് എഫേർട്ട് എടുക്കുന്നത്. ഛർദ്ദിച്ച് കളഞ്ഞിട്ട് പിന്നെ നെവർ കീപ് അപ്പ്. ദാറ്റ്സ് അവർ മെന്റാലിറ്റി. 4 മിനിറ്റ് കൂടി. ഒരു പ്ലേറ്റ് ഞാൻ ഫുള്ള് കഴിക്കാറാ. നിങ്ങൾ പണ്ടത്തെ വീഡിയോകളൊക്കെ സഹായിക്കുന്നത്. ഞാൻ സഹായിക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് പ്ലേറ്റ് കുറച്ചത്. കണ്ണടച്ച് ബോധം പോയി കളിക്കാം. ഒരു പ്ലേറ്റ് മാറ്റിയാലും ഇനി അതും കഴിക്കാനല്ലേ എനിക്ക്. അത് ഞാൻ കഴിച്ചോളാം. ഈ ഒറ്റ 2 മാത്രം പ്രശ്നമുള്ളൂ. 3.5 മിനിറ്റ് ഉണ്ട്. ഞാൻ വേണം ഇതിനും കൂടി ഹെൽപ്പ് ചെയ്യാം. ഒരു പ്ലേറ്റ് മാറ്റിയേക്കാൻ വേണം. താങ്ക്സ് സോ മച്ച്. ഐ ലവ് യു. 3 മിനിറ്റ് എടുത്തു. സമയം പോയാൽ പിന്നെ ഞാൻ ചെയ്യത്തില്ല, പ്ലേറ്റ് മാറ്റിയതുകൊണ്ട്. ഇതിന് പക്കായിരിക്കും 2.5 മിനിറ്റ്. കുറെ ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ 1 സെക്കൻഡെങ്കിലും പോയാൽ ഞാൻ പൈസ പോകും കേട്ടോ. ടൈം ഉള്ളതുകൊണ്ട് പതുക്കെ കഴിയുന്നു തോന്നേ. കഴിച്ചു കഴിഞ്ഞു. കുൽഫി കൂടി ഉള്ളൂ. 2 മിനിറ്റ്. ഫൈനൽ സ്ട്രെച്ച്. അതും കൂടി ഉള്ളു. 1.5 മിനിറ്റ് തീർക്കണം അത്. കമോൺ. നീ സമയമുണ്ട് കേട്ടോ. സമയം ഉണ്ടെന്ന് തോന്നുന്നു. തീരുമെന്ന് തോന്നുന്നു. എത്ര ഉണ്ട് ഇതിനകത്ത്? തീരാറായ 54 സെക്കൻഡ്. ഇനി ഉണ്ടൊരു സ്പൂൺ അതിനകത്ത് ക്ലീനായിട്ട് വൃത്തിയായിട്ട്. ലെറ്റ്സ് ഗോ ബോയ്സ്, ലെറ്റ്സ് ഫ്രിക്കിൻ ഗോ, ലെറ്റ്സ് ഗോ. 20 സെക്കൻഡ് ബാക്കി. ബ്രോ തീർത്തിരിക്കുകയാണ്. ബാത്റൂമിൽ പോയി അതും കൂടി ഡിസ്പോസ് ചെയ്യുന്നതാണ്. ആരോ അകത്തോട്ട് മുട്ടിരിക്കണം നോക്കി അകത്തോട്ട് കയറണമെന്ന് പറഞ്ഞ് നിവർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പോയി ഇങ്ങനെ ആട്ടാ കഴിച്ചു തീർത്ത് 5000 കൊടുത്തിട്ട് നമുക്ക് സ്ഥലം കാലിയായി. ബോയ്സ്, അപ്പം നമ്മുടെ ഈ വീഡിയോ തീർന്നിരിക്കുകയാണ്. 5000 രൂപ മേടിച്ചിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അവസാനം എന്താ നടന്നത്? അവസാനം നടന്ന ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്തോ നടന്നോ എനിക്ക് കണ്ണു പോലും തുറക്കാൻ വയ്യായിരുന്നു. എല്ലാരും പറയത്തില്ല ഇവിടെ വരെ എത്തിയെന്ന്. അവിടെ വരെ അല്ലായിരുന്നു, ഇവിടെ വരെ എത്തി. അതാ കണ്ണടച്ചു. നമ്പർ പറ. നമ്പർ ഓർമ്മ വരുന്നില്ലേ? പൈസ ഇട്ട് കഴിഞ്ഞു. അടുത്ത വീഡിയോ കാണാം. അപ്പൊ അടുത്ത വീഡിയോ വേറെ ഏതാ വീഡിയോ ആയിരുന്നു പയ്യന് വേണ്ടത്? റേസ് പറ്റിയുള്ള റേസിലുള്ള വീഡിയോ എടുക്കാനാണെങ്കിൽ റേസർ അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഐ ഹോപ്പ് യു ഗൈസ് വണ്ടർഫുൾ നെക്സ്റ്റ് ടൈം.